അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ, മലപ്പുറം ജില്ലാ ദമാം KMCCയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ്, എൻ്റെ സ്നേഹനിധിയായ സുഹൃത്ത് KP ഹുസൈൻ സാഹിബ്, നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കിഴക്കൻ പ്രവിശ്യ KMCCയുടെ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പാണ്ടികശാല സാഹിബ്, പ്രിയപ്പെട്ട സൗദി നാഷണൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആലിക്കുട്ടി വളവട്ടൂർ സാഹിബ്, പ്രിയപ്പെട്ട എൻ്റെ ആത്മ സുഹൃത്ത് മാലിക് മക്ബൂൽ സാഹിബ്, ഇവിടെ നിങ്ങളോട് നേരത്തെ സംസാരിച്ച മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് സാഹിബ്, നമ്മുടെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ കമ്മിറ്റിയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് നജ്മ തബ്സീറ, പ്രിയപ്പെട്ട OICCയുടെ നേതാവ് നമ്മളോട് നേരത്തെ സംസാരിച്ച ഗഫൂർ സാഹിബ്, പ്രിയപ്പെട്ട ദമാം KMCCയുടെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ജൗഹർ കുനിയിൽ, പ്രിയപ്പെട്ട നമ്മുടെ ട്രഷറർ ബഷീർ സാഹിബ്, ഒരുപാട് നേതാക്കളെ കൊണ്ട് സമ്പന്നമായ ഒരു സദസ്സാണിത്. എല്ലാവരെയും അഭിസംബോധനം ചെയ്യുന്നു. ഒരു വല്ലാത്ത നേരത്താണ് ഇങ്ങനെ നമ്മൾ കൂടിയിരിക്കുന്നത്. ഏതായാലും ഉറക്ക് കണ്ണിൽ കൂടുകൂട്ടിയിട്ടും നിങ്ങളിങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാഹ് ഖൈർ. നാട്ടിലാണെങ്കിൽ ഞങ്ങൾക്കിങ്ങനെ ഇരിക്കാനുള്ളൊരു ശേഷിയില്ല എന്ന് എനിക്ക് നേരത്തെ തന്നെ തോന്നിയിട്ടുണ്ട്. പലതുകൊണ്ടും KMCC ഞങ്ങളെയെല്ലാം അത്ഭുതപ്പെടുത്തുകയാണ്. ഇവിടെ വന്നപ്പോഴും ആ അത്ഭുതങ്ങളെ നിറഞ്ഞു കാണാൻ സാധിച്ചു. ഇവിടെ വന്നത്, സത്യത്തിൽ ഞാൻ ദമാമിൽ വരുന്നത് 3ാമത്തെ തവണയാണ്. ഒരു 2 വർഷം മുമ്പ് ദമാമിൽ വന്നു പോയിരുന്നു. പക്ഷേ ഈ വരവ്, ഇങ്ങനൊരു അവസരം ഉണ്ടാകണം എന്ന് നേരത്തെ ആഗ്രഹിച്ചതാണ്. മറ്റൊന്നിനുമല്ല, ദമാമിൽ തന്നെ വന്ന് ഇങ്ങനെ നിറഞ്ഞ ഒരു സദസ്സിൽ ദമാം മലപ്പുറം ജില്ലാ KMCCയെ അഭിനന്ദിക്കൽ ഞങ്ങളുടെ എല്ലാം ഒരു ജീവിത ദൗത്യമാണ് എന്നതുകൊണ്ട് മാത്രമാണ്. അത് നിങ്ങളുടെ മുന്നിൽ വെച്ച് നേരിട്ട് പറഞ്ഞ് അവരെ അഭിനന്ദിക്കാൻ ഒരു വേദി, ഒരു അവസരം ഉണ്ടാകണമേ എന്ന് സത്യത്തിൽ ആഗ്രഹിച്ചതാണ്. അതാണ് സഫലീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ജനറൽ സെക്രട്ടറി കൂടി ഉണ്ടായി എന്നുള്ളതും നല്ല ഒരവസരമായി എനിക്ക് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊരു വല്ലാത്ത കാലമാണ്. ആ കാലത്ത് നമ്മളൊന്ന് കരുതിയിരുന്നില്ലെങ്കിൽ എല്ലാം തകരാറിലായി പോകും. നിങ്ങൾക്ക് നിങ്ങളായി നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമുക്ക് നമ്മളായി നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ വൃഥാവിലായി പോകുന്നതാണ് ഈ ചുറ്റുവട്ടങ്ങളെല്ലാം. എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് നിരീക്ഷിക്കണം, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ ലോകം നാളെ ഞാനും നിങ്ങളും എന്താണ് കാണേണ്ടതെന്നും എന്താണ് വായിക്കേണ്ടതെന്നും എന്താണ് ചിന്തിക്കേണ്ടതെന്നും ഇപ്പോൾ തന്നെ ആരൊക്കെയോ നിർമ്മിച്ചു വച്ചിരിക്കുകയാണ്. അങ്ങാടിയിൽ ഇനി ഒരു വിപ്ലവവും നടക്കാനില്ല. അങ്ങാടികൾ ഇല്ലാതായിരിക്കുന്നു, അത് മാളുകളിലേക്ക് വഴിമാറിയിരിക്കുന്നു. മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ നടക്കുന്നത് 18 ഹൈപ്പവർ വലിയ മാളുകളുടെ നിർമ്മാണമാണ്. ഷോപ്പിംഗ് അതൊരു ആഘോഷമായി മാറിയിരിക്കുന്നു നമുക്ക്. അങ്ങനെയുള്ള ഒരു വലിയ സാഹചര്യത്തിൽ നിർമ്മിതികൾ നടക്കുകയാണ്. ആ നിർമ്മിതികൾ ചെറുതൊന്നുമല്ല, വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഏതൊരാൾക്കും പെട്ടെന്ന് സെലിബ്രിറ്റി ആകാൻ പറ്റുന്നൊരു ഒരു കാലമാണിത്. നമ്മുടെ നാട്ടിൽ ഒരു കുട്ടി ഈ കടലാസ് കൊണ്ടെന്തോ ഒരു ഉപകരണം ഉണ്ടാക്കി. അപ്പോൾ അതൊരു പുഷ്പമായി.
അപ്പോൾ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടി അത് എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഈ കടലാസ് കൊണ്ടൊരു ഉപകരണം ഉണ്ടാക്കി, അതൊരു പുഷ്പമായി. അപ്പോൾ ഇവൻ പറഞ്ഞു, എന്നാൽ ഒന്നും കൂടി ഉണ്ടാക്കിക്കേ. അപ്പോൾ ഇവൻ ഈ കടലാസ് കൊണ്ടത് ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു, ശരിയായില്ല. അവൻ വല്ലാത്തൊരു പ്രയാസമായി. പാവം കുട്ടി, നിഷ്കളങ്കനാണ്, 8ലോ 9ലോ അങ്ങാണ്ടാണ്. അപ്പോൾ അവൻ്റെ നിഷ്കളങ്ക മനസ്സെന്ന് ഓൻ പറഞ്ഞു, ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. ഓൻ സെലിബ്രിറ്റി ആയി. ഇവിടെ ടെക്സൈസിൻ്റെ ഉദ്ഘാടനമൊക്കെ നടത്താൻ വന്നിരുന്നു ചീഫ് ഗസ്റ്റായിട്ട്. മാത്രമല്ല കേരള ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള മിൽമ പാല് ഈ ക്യാപ്ഷൻ വില കൊടുത്ത് വാങ്ങി. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. അപ്പം അവൻ ആർക്കും ഒരു വാക്കോ ഒരു നോക്കോ സമൂഹത്തിലേക്ക് എറിഞ്ഞു പോകുന്നവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാലം. അങ്ങനെയുള്ള ഒരു കാലത്തെ നമ്മൾ നന്നായി അഭിസംബോധന ചെയ്യണം. ഈ ഒരു ഒരുക്കമൊന്നും പോരാതിന്. ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു കാര്യം നടക്കുന്നുണ്ട്. പുതിയ കുറേ നിർമ്മിതികൾ, നമ്മളെന്ത് കാണണം, നമ്മൾ എന്തിന് ചിരിക്കണം എന്നൊക്കെ. ഞാൻ ഈ എടപ്പാളിൽ ഒരു സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ കുട്ടികളുടെ യൂണിയൻ ഇനാഗ്രേഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടപ്പോൾ പോവുകയാണ്. അപ്പോൾ ഈ കോട്ടക്കൽ ചങ്കുവെട്ടി കഴിഞ്ഞ് പോയപ്പോൾ ഹൈവേ ആണ്, നാഷണൽ ഹൈവേ ആണ്, റോഡ് ബ്ലോക്കായി പോയി. 2 മണിക്കൂറാണ് റോട്ടിൽ നിന്നത്. വാഹനങ്ങളുടെ നീണ്ട നിര. സത്യത്തിൽ ഓരോ ലക്ഷ്യമാണല്ലോ ഓരോ യാത്രയും. ആശുപത്രിയെന്നും ഓഫീസെന്നും ബിസിനസ്സെന്നും അങ്ങനെ പലതും അതിനൊക്കെ പേരിട്ട് വിളിക്കുന്നതെങ്കിലും ഓരോ ലക്ഷ്യമാണല്ലോ. വാഹനങ്ങളുടെ ഒരു നീണ്ട ക്യൂ. എയർപോർട്ട് പോകുന്നുണ്ടാകും, ആശുപത്രി പോകുന്നുണ്ടാകും, എല്ലാം ഉണ്ടാകും. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് ഫോൺ വന്നു, നന്ദി പറയുകയാണ്, ഇനി നിങ്ങൾ വരണ്ട. കാരണം 2 മണിക്കൂറാണ് നിന്നത്. അപ്പം ഞാൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ ഈ ചെറിയൊരു പെട്ടിക്കടയിൽ സർബത്തൊക്കെ വിൽക്കുന്നൊരു നാടൻ മനുഷ്യനുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, കാക്ക എന്തത്ര റോഡ് ബ്ലോക്ക് ആവാൻ കാരണം? അപ്പം അദ്ദേഹം എന്നോട് പറയണേ, ഒരു അപ്പുറത്തൊരു ചെറിയ അങ്ങാടിയുണ്ട്, അവിടെ ചെറിയൊരു ടെക്സൈസ് തുറന്നിട്ടുണ്ട്, അതിൻ്റെ ഉദ്ഘാടനത്തിന് കൊമ്പങ്കാട് പോയ വന്നതാണ്, റോഡ് ബ്ലോക്കായത്. അപ്പോൾ ഞാൻ ഈ കൊമ്പങ്കാട് കോയനെ ഫോളോ ചെയ്ത് നോക്കി. അപ്പോഴാണ് നെട്ടിപ്പിക്കുന്നൊരു സാധനം ഇവരുടെ അടുത്ത് നിന്ന് വായിക്കാൻ മനസ്സിലായത്. ഒന്ന്, കൊമ്പങ്കാട് കോയും ഒരു മകനുണ്ട്, വേറൊരാൾ. മനസ്സിലായി. അപ്പോൾ 2 ആളുണ്ട്. അപ്പോൾ ഈ ഇവർ ഉപ്പയും മകനുമാണ്. ഇവർ 2 പേരും അഭിനയിക്കുകയാണ്. നല്ല കാര്യം, ഞാൻ അതിനെ എതിർക്കുന്നൊന്നുമില്ല. പക്ഷെ മുഖ്യ കഥാവിഷയം ബാപ്പാൻ്റെ അവിഹിതമാണ്. മുഖ്യ കഥാവിഷയം ബാപ്പാൻ്റെ അവിഹിതമാണ്. അവിഹിതത്തിലുള്ള സ്ത്രീ ആരാന്നറിയോ? വേറൊരാളുടെ ഭാര്യയാണ്. ഇവരുടെ ആരാധകരാരാന്നറിയോ? 15 വയസ്സിൻ്റെ താഴെയുള്ള കൗമാരക്കാരാണ്. 15 വയസ്സിൻ്റെ താഴെയുള്ള കൗമാരക്കാരൻ്റെ മനസ്സ് ഇപ്പം എന്ത് കേട്ടോ അത് അവിടെ പറ്റിപ്പിടിച്ച് കിടക്കുകയും 22 വയസ്സാകുമ്പോൾ അവനത് പ്രവർത്തിച്ച് തുടങ്ങുകയും ചെയ്യും, ചിന്തിച്ച് തുടങ്ങുകയും ചെയ്യും. ഒരു സംശയവും വേണ്ട. എന്നിട്ട് ഈ ഇവന്മാരെവിടെയെങ്കിലുമൊക്കെ ഉദ്ഘാടനത്തിന് ചെന്നാൽ താഴെ നിന്നിട്ട് ഈ കൗമാരക്കാർ ചെറിയ കുട്ടികൾ ചോദിക്കുകയാണ്, മറ്റേ ആളെ എവിടെയാണ് അത് അത് എവിടെയെന്ന് ചോദിക്കുകയാണ്, അത് എവിടെയെന്ന് ചോദിക്കുകയാണ്. ഇവർക്കൊരു റീൽസ് ചെയ്താൽ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം കിട്ടുമായിരിക്കും. പക്ഷെ ഞാൻ എഴുതി വച്ചോളൂ, ഒരു 3 കൊല്ലം കൂടി 4 കൊല്ലം കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബാന്തരീക്ഷം മുഴുവൻ താറുമാറാവാൻ പോവുകയാണ്, തകരാറിലാകാൻ പോവുകയാണ്. സ്വന്തം പിതാവിനെ കുറിച്ച് മതിപ്പില്ലാത്ത അവിഹിതം ആലോചിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ്. ചിരിച്ചു തള്ളരുത്. നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമില്ല. എൻ്റെ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല ശ്രദ്ധ വേണം. എന്നോട് ഒരു അധ്യാപക സുഹൃത്ത് പറഞ്ഞു, ഇന്നലെ വളാഞ്ചേരിയിൽ തൊപ്പി വന്നിരുന്നു. അള്ളാഹുവാണ് സത്യം, എനിക്ക് അപ്പോഴാണ് ഇങ്ങനെ ഒരാൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. പക്ഷേ അദ്ദേഹം എന്നോട് തുടർന്ന് പറഞ്ഞു, 2 DYSPമാരും 4 CIമാരുമാണ് വളാഞ്ചേരി അങ്ങാടി നിയന്ത്രിച്ചത് ജനം വന്നിട്ട്. ഇദ്ദേഹം ഇത് പറയാൻ കാരണം സ്കൂളുകളിലൊന്നും കുട്ടികളുണ്ടായിരുന്നില്ല, പകുതി ആബ്സെൻ്റ് ആയിരുന്നു. ഞങ്ങൾ കലക്ട്രേറ്റ് മാർച്ച് നടത്തിയിട്ട് വരെ 4 CIമാർ നിയന്ത്രിക്കാൻ വന്നിട്ടില്ല. ഇവർ വന്നപ്പോൾ നിയന്ത്രിക്കാൻ വന്നു എന്ന് പറഞ്ഞു.
പക്ഷെ ഞാൻ ഇങ്ങനെ ഒരാളുണ്ട് നന്നാണ് അറിയണത്. എനിക്കെൻ്റെ വണ്ടി ഓടിക്കുന്ന കുട്ടീനോട് കൂടി പറയാൻ ഒരു മടി. കാരണം ഈ യൂത്ത് ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് എത്ര പയഞ്ചനാണെന്ന് ഞാൻ അറിഞ്ഞാണ്ട് മോശമാകണ്ടല്ലോ എന്നുള്ള നിലക്കാണ് ഇങ്ങനെ ഒരാളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാം. ഇത്രയും റോഡ് ബ്ലോക്കായിരിക്കല്ലേ. പക്ഷേ ഞാൻ അന്ന് വൈകുന്നേരം രാത്രി എൻ്റെ വീട്ടിൽ ചെന്നിട്ട് 8ാം ക്ലാസ് പഠിക്കുന്ന എൻ്റെ മകൻ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, എടാ നിനക്ക് ഈ തൊപ്പിയെ അറിയോ? അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ബന്ധം ഓനും തൊപ്പിയും തമ്മിലുണ്ട്. എൻ്റെ വീട്ടിലാണ്, വേറെ ഒരാളുടെ സ്ഥലത്തുമില്ല ഒരു ബന്ധം. നമ്മുടെ തിരൂരത്തെ പയ്യനുണ്ട്, MSF നമ്മുടെ കുട്ടിയാണ്, അഫ്സൽ. എന്താ ബനാന ഒരു പാട്ടുപാടി. ഞാൻ ആ കുട്ടീനെ വിളിച്ചു. കാരണം ആ കുട്ടീനെ എനിക്ക് നേരത്തെ അറിയുന്നതാണ്, MSF പ്രവർത്തകനായിരുന്നു. ആ കുട്ടി പാട്ട് പാടിയ സ്ഥലം ഈ ഭിന്നശേഷിക്കാർക്ക് ഉള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കാനാണ് ആ കുട്ടി പാട്ട് പാടിയത്. അവൻ വൈറലാവിച്ചിട്ട് പാടിയതൊന്നുമല്ല. അവൻ വൈറലായതിൽ എനിക്കും സന്തോഷമുണ്ട്. പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല, നോക്കി നിന്നിട്ട് വേറൊരാൾ വൈറലായി നോക്കി നിന്നിട്ട് അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കണ്ടു നിന്നാൽ വൈറലാവുമോ? ഞാൻ കേട്ടത് ഖത്തറിലവിടെ ഉണ്ട്, പര്യടനത്തിലാണെന്നാണ്. വൈറലായ ആള് അഫ്സലല്ല, നോക്കി നിന്നത്. എങ്ങോട്ടാണ്, എന്താണ് നമ്മുടെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്? ആ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. യഥാർത്ഥ സെലിബ്രിറ്റികളെ കണ്ടില്ല. ഈ നാട് ലോഞ്ചകേരി വന്നിവിടെ ദമാമൻ ഈ പ്രതാപമില്ലാത്തൊരു കാലത്ത് ഇവിടെ വന്നവരുണ്ട്. അവർ പോയി, തിരിച്ചുപോയി. അവർ കൈനീട്ടി നടന്നു, പണം സമ്പാദിച്ചു, നാട്ടിലേക്ക് അയച്ചു. എല്ലാ വീട്ടിലും മനോഹരമായ കല്യാണപ്പന്തലൊരുങ്ങി. പള്ളികൾ മുഴുവൻ ടെറസിട്ട പള്ളികളായി. എല്ലാ മദ്രസകൾക്കും സ്വന്തം കെട്ടിടങ്ങളായി. ഈ പ്രതാപകാലമാണോ ഉണ്ടാക്കിയത്? ആ വല്ലായ്മ കാലമാണ്. ഒരാൾ സെലിബ്രിറ്റിയായോ? 2 മണിക്കൂർ കൊണ്ട് 2 കോടി പിരിപ്പിക്കുന്ന കുന്നംപറമ്പിലാണ് കുട്ടികളുടെ മുമ്പിൽ എപ്പോഴത്തെയും സെലിബ്രിറ്റി. പക്ഷെ ഇവിടെ തെണ്ടി നടന്ന ചോര നീരാക്കി അധ്വാനിച്ച ഒരു കൂട്ടർ നിങ്ങളുടെ മഹല്ല് പള്ളിയുടെ ഖബർസ്ഥാന്റെ മീസാങ്കല്ലിന്റെ താഴെ അന്ത്യനിദ്രയിലാണ്. സെലിബ്രിറ്റിയാണോ? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 3 or 4 പെൺകുട്ടികളായിരിക്കും മുക്കമ്പി മൊയ്മോൻ ഹാജിക്കുള്ളത്. 100 കണക്കിന് കുട്ടികളുടെ നിക്കാഹിന് വേണ്ടി ആ മനുഷ്യൻ കൈ നീട്ടിക്കൊടുത്തു. സ്വന്തം മക്കളുടെ നിക്കാഹിന് കൈ നീട്ടിക്കൊടുത്തത് പുഞ്ചിരിച്ചു കൊണ്ടാണെങ്കിൽ, എൻ്റെ മകൾ ഇന്നാലിന്നവളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നു എന്ന് പറഞ്ഞപ്പോൾ പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. സെലിബ്രിറ്റിയായോ? എത്തിങ്കാന തുടങ്ങുമ്പോൾ 2 അഭിപ്രായമുണ്ടായിരുന്നു തിരൂരങ്ങാടിയിൽ. ഈ നാട്ടിലെ ഒരു സമ്പന്നന്റെ പടിപ്പുര കയറിയിട്ട് MK ഹാജി എന്ന സ്വാത്വികനായ മനുഷ്യൻ ചെന്ന് എത്തിങ്കാനക്ക് വേണ്ടി കൈ നീട്ടിയപ്പോൾ, പണമില്ലാത്ത നീ എത്തിങ്കാന തുടങ്ങാൻ നോക്കണോ എന്ന് പറഞ്ഞ് കാർക്കിച്ച് മുഖത്തേക്ക് തുപ്പി. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? അല്പം കൂടി അടുത്തേക്ക് നീങ്ങി നിന്ന് കർച്ചീഫ് എടുത്ത് തൻ്റെ മുഖം തുടച്ച് ഒന്നും കൂടി നീങ്ങി നിന്നിട്ട് പതുക്കെ ചോദിച്ചു, എനിക്കുള്ളത് തന്നു, എൻ്റെ മക്കൾക്കുള്ളത് എവിടെ? സെലിബ്രിറ്റിയായോ? അന്നൊരിക്കൽ ഒരു പ്രഭാതത്തിൽ CH മുഹമ്മദ് കോയ സാഹിബിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ഇടത് മന്ത്രിസഭയിലെ 3 മന്ത്രിമാർ മലപ്പുറത്തുണ്ട്. അവരാരും സർവകലാശാലയുടെ തറക്കല്ലിടൽ ചടങ്ങിന് വരില്ല. അങ്ങിപ്പോൾ ഈ ദൗത്യം നിർവഹിക്കാൻ പോയാൽ വിവാദമാകും, പോകരുത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് തറക്കല്ലിടുന്നാൻ പോകണ്ടെന്നാണ് പറഞ്ഞത്. അതിന് ആ മനുഷ്യൻ കൊടുത്തൊരു മറുപടി ഉണ്ട്. എൻ്റെ നേതാവ് ബാഫക്കി തങ്ങൾക്ക് സമ്മതമാണെങ്കിൽ അദ്ദേഹത്തെയും കൂട്ടി ഞാൻ സർവകലാശാലയുടെ തറക്കല്ലിടൽ ചടങ്ങിന് വേണ്ടി അല്പസമയം കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിലെത്തും എന്ന്. ആ ചടങ്ങ് നിർവഹിക്കുന്ന ഫോട്ടോ യൂണിവേഴ്സിറ്റി അധികൃതർ എടുത്ത് കുപ്പത്തൊട്ടിയിലേക്ക് എറിയുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് പോയി കാണണം. അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ അതൊന്ന് നോക്കണം. കഞ്ഞിപ്രാക്ക് ബനിയൻ, കള്ളിമുണ്ട്, അരപ്പട്ട, തലയെക്കെട്ടും ധരിച്ച നാടൻ മാപ്പിളമാരെ സാക്ഷി നിർത്തി ഒരു യൂണിവേഴ്സിറ്റിക്ക് തറക്കല്ലിടുമ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞു അത്രേ,
എൻ്റെ പെങ്ങളുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇനിയും പിറന്നു വീണിട്ടില്ലാത്ത ലക്ഷോപലക്ഷം മനുഷ്യർക്ക് വേണ്ടി ഞാൻ ഈ മഹാസംരംഭത്തിൻ്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുന്നുവെന്ന് സെലിബ്രിറ്റി ആയോ? യഥാർത്ഥ സെലിബ്രിറ്റികളെ മുഴുവൻ മറച്ചു വെച്ച് നാം കാണിക്കുന്ന ഈ സംഗതികൾ കൊണ്ടുപോകുന്നത് വേറൊരു ലോകത്തേക്കാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് മാത്രം. ഇത് വിഷയമല്ലാതിരുന്നിട്ടും ഞാൻ പറഞ്ഞത് ഈ പുതിയ കാലത്ത് ഇത് നിങ്ങളെ ഒന്ന് അറിയിക്കുക എന്നതുകൊണ്ട് മാത്രമാണ്. വിവാദത്തിലേക്ക് ഞാനില്ല. ലോറി ഡ്രൈവർ മനാഫ് അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തായിരുന്നു അർജുൻ. അർജുൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തിൻ്റെ ജീവനക്കാരനാണ്. നമ്മളെല്ലാവരെക്കാളും അദ്ദേഹവുമായി നല്ല അടുപ്പമുള്ള ആളാണ്. ആ സുഹൃത്തും അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ലോറിയും ഗംഗാവരി പുഴയുടെ ആഴങ്ങളിലേക്ക് പോയി. ആര് തിരഞ്ഞിട്ടും കിട്ടിയില്ല. മനാഫ് എന്താ ചെയ്യേണ്ടത്? ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞു. അവിടെ നിൽക്കണം, സുഹൃത്തിനെ കിട്ടുമ്പോൾ അവിടെ നിൽക്കണം. അതിനല്ലേ ചെയ്തിട്ടുള്ളൂ, അതിനല്ലേ ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്തിനാ സെലിബ്രിറ്റി? അത് ചെയ്യണ്ടേ? എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ ഉമ്മ ചോദിക്കും, എടാ ആ കുട്ടീനെ കിട്ടിയോ? എൻ്റെ ഉമ്മ അർജുനെ കണ്ടിട്ടില്ല. ഏതാ കുട്ടി? അർജുൻ. ഉമ്മ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഉമ്മ നിരാശനായിട്ട് അടുക്കളയ്ക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം മൂപ്പര് പിറ്റേന്ന് ഇങ്ങോട്ട് പോരണ്ടിയിരുന്നു ഞങ്ങൾ വിചാരിച്ച്. അവിടെ നിന്നപ്പോൾ സെലിബ്രേറ്റ്. അതുകൊണ്ട് ഇതാരോ നിർമ്മിക്കുകയാണ്. ആ നിർമ്മിച്ച ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. നിങ്ങൾ ഇതിനെതിരായിട്ട് പൊരുതുന്ന പടയാളികളായി മാറണം. ഞാനൊരു കാര്യം കൂടി നിങ്ങളോട് ചോദിക്കുന്നു. നരേന്ദ്രമോദിയോട് വിയോജിപ്പല്ലേ? ഒരാൾക്കും ഇഷ്ടമില്ലല്ലോ. ഒറ്റ കാര്യം, മോദി ഈ തവണ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഒരു മാനിഫെസ്റ്റോ പുറത്തിറക്കി. ആ മാനിഫെസ്റ്റോയിൽ രണ്ടാമത് പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നാണ്. നിങ്ങൾക്ക് എന്തേലും തോന്നിയോ? നിരാശ, പേടി, ഭയം, ഈർഷ്യം, ഏതെങ്കിലും ഒന്ന്? സത്യം പറയട്ടെ, തോന്നിയിട്ടുമില്ല, ഛർദ്ദിച്ചിട്ടുമില്ല, ഒന്നും തോന്നിയിട്ടില്ല. ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ 2 സംഭവങ്ങൾ നടന്നു. ഒന്ന് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം, ഒന്ന് ഇന്ത്യക്ക് പുതിയ പാർലമെൻറ്റ് മന്ദിരമുണ്ടായി, അതിൻ്റെ ഉദ്ഘാടനം. രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയത് ആരാന്നറിയോ? ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയത് ആരാന്നറിയോ? ഒരു സന്യാസി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉദ്ഘാടനം സന്യാസിയെ കൊണ്ട് നിർവഹിച്ച് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടത്താൻ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയപ്പോൾ നിരാശ തോന്നിയോ? അത്ഭുതം തോന്നിയോ? ഈർഷ്യം തോന്നിയോ? ഒന്നും തോന്നിയിട്ടില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ. പള്ളി ഉണ്ടാക്കേണ്ടതാരാ? പള്ളി കമ്മിറ്റി. ക്ഷേത്രമുണ്ടാക്കേണ്ടതാരാ? ക്ഷേത്ര കമ്മിറ്റി. ചർച്ച് ഉണ്ടാക്കേണ്ടതാരാ? ക്രൈസ്തവ സമൂഹം. സർക്കാരിന് എന്താ പണി? റോഡുണ്ടാക്കുക, നാഷണൽ ഹൈവേ ഉണ്ടാക്കുക, വിമാനത്താവളം ഉണ്ടാക്കുക, അണക്കെട്ടുകൾ ഉണ്ടാക്കുക, IIT-കൾ ഉണ്ടാക്കുക, സർവകലാശാലകൾ ഉണ്ടാക്കുക, IT പാർക്ക് ഉണ്ടാക്കുക. ഇവിടെ ഒരു പ്രധാനമന്ത്രി ഒരു മതത്തിൻ്റെ നടത്തിപ്പുകാരനായി മാറുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ ഒരു പ്രധാനമന്ത്രി ഒരു മതത്തിൻ്റെ നടത്തിപ്പുകാരനായി മാറുന്നത് തോന്നിയോ? നിരാശ? ഒന്നും തോന്നിയിട്ടില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതൊന്നും കണ്ടിട്ടൊരു നിരാശയെങ്കിലും തോന്നാത്ത നിങ്ങളെ പേടിക്കണോ? ഇതൊക്കെ ചെയ്യുന്ന മോദിയെ പേടിക്കണോ? ഇതൊക്കെ ചെയ്യുന്ന മോദിയെയാണോ പേടിക്കേണ്ടത്? ഇതൊന്നും കണ്ടിട്ട് ഒരു നിരാശയെങ്കിലും തോന്നാത്ത നിങ്ങളെയാണോ പേടിക്കേണ്ടത്? ഈ ലോകത്തിന് ചിന്തിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടൂല.
നാളെ നേരം പുലരുമ്പോൾ നിങ്ങൾ എന്ത് സംസാരിക്കണം, നിങ്ങൾ എന്ത് കണ്ട് ചിരിക്കണം, നിങ്ങൾ എന്ത് കണ്ട് കരയണം, നിങ്ങൾ എന്ത് പർച്ചേസ് ചെയ്യണം, നിങ്ങൾ എന്ത് വർത്തമാനം സുഹൃത്തിനോട് പറയണം എന്ന് തീരുമാനിക്കാൻ വാർ റൂമിൽ സാധനം റെഡി ആയി കഴിഞ്ഞു. നാളെ ഇന്ന് ഉറങ്ങിക്കോളൂ, നാളെ ഉണരുമ്പോൾ മൊബൈൽ ഫോണിൽ സാധനം കിട്ടും, നമ്മളത് ചർച്ച ചെയ്ത് കാലം കഴിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കോയമാർ റീൽസ് ചെയ്ത് കിടന്നുറങ്ങാൻ പോയി, നമ്മളെ കുട്ടികൾ ആ റീൽസും കണ്ട് നേരം കളി. എല്ലാം കയ്യിലുള്ള ഈ കാലത്ത് നമ്മൾ ഇങ്ങനെയായി തീർന്നല്ലോ എന്നെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലാത്ത വല്ലാത്ത ഒരു കാലത്ത്, സമൃദ്ധമായ ഒരു നേരത്ത് നമ്മൾ ആരായിരുന്നുവെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടോ? അതുകൊണ്ട് ഈ KMCCയുടെ ഈ യോഗത്തിൽ, ദമാം KMCCയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. കാരണം ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നെ യൂത്ത് ലീഗിന് തന്നവരാണ് നിങ്ങൾ എന്നത് കൊണ്ട് മാത്രം. ഞാൻ 2 കാര്യം, എൻ്റെ സമയം വൈകിയതുകൊണ്ട് ആദ്യം കൗത്തിലാണ് ഞാൻ ഈ ബാഡ്ജക്ക് നോക്കി. ഇത് തൊട്ടിൻ്റെ ബേജാറ് തുടങ്ങിയിരിക്കണം. ഞാൻ ജനറൽ സെക്രട്ടറി മുസ്തഫ സാഹിബിനോട് പറഞ്ഞു, ഇതൊരു പ്രൊമോഷൻ മീറ്റാണ്. അതിൻ്റെ യഥാർത്ഥ നടത്തേണ്ട ആൾക്കാർ ഞങ്ങളാണ്. നിങ്ങളെ ടാഗ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളും എങ്ങനെ ടാഗ് ഉണ്ടാക്കുക? ഇതിൻ്റെ പ്രൊമോഷൻ മീറ്റ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തെല്ലാം ചെയ്യണം? പിന്നെ മറ്റൊന്ന്, എന്താണ് കുറച്ച് കാലമായി നമ്മളെക്കുറിച്ച് കുറേ ആൾക്കാർ പലതും പറയണു, പലതും എഴുതണു. ഞാൻ നാടൻ ഭാഷയിലൊന്ന് പറഞ്ഞോട്ടെ. മാണ്ട മാണ്ട എന്ന് കരുതി നിൽക്കണത്തോളം മനുഷ്യൻ്റെ തലി കയറാനാണ് ഭാവമെങ്കിൽ അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ പേരാണ് എന്ന് പറയുന്നത്. കുറേ നിങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളൊന്ന് പറയട്ടെ. ഞങ്ങളങ്ങനെ പഴയ ആൾക്കാരൊന്നുമല്ല. പഠിച്ചാൻ പോകാത്തോല്, പഠിച്ചാത്തോല്, ഇപ്പൊ പഠിപ്പിസ്റ്റുകൾ. അതാണ് മലപ്പുറം, അതാണ് മലപ്പുറം. ഇതിൻ്റെ ലോഗോ നിർവഹിച്ചുകൊണ്ട്, ലോഗോ പ്രകാശനം നിർവഹിക്കുന്ന ചടങ്ങിൽ മലയാളത്തെ വസ്യമനോഹരമായ സാഹിത്യത്തിൻ്റെ നിറനില മുറ്റത്തേക്ക് വഴി നടത്തിയ രാമനുണ്ണി സർ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത്, തൃശ്ശൂർ എങ്ങനെയാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ആസ്ഥാനമായി എന്ന് എനിക്കറിയില്ല. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാകേണ്ട ഒരു സ്ഥലം എനിക്ക് അഭിപ്രായ വ്യത്യാസമേ ഇല്ല, മലപ്പുറമാണ് എന്നവിടെ പ്രസംഗിച്ചു. 20 വയസ്സുള്ളപ്പോഴാണ് നജ്മ തബ്സീറ ഇവിടെ പറഞ്ഞ മദ്റുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന ഗ്രന്ഥം മോയിൻകുട്ടി വൈദ്യരെ എഴുതി പൂർത്തിയാക്കുന്നത്. 20 വയസ്സുള്ളപ്പോൾ. 20-ാം വയസ്സിൽ റീല് കാണുകയാണ്. സഹോദരിമാരിവിടെ ഇരിക്കുന്നുണ്ടല്ലോ. മറ്റവൻ്റെ കോപ്പറേറ്റങ്ങൾ കണ്ടു 1.5 ലക്ഷം 2 ലക്ഷമൊക്കെ വാങ്ങിയിട്ട് ഓടി വാങ്ങണു, കാറ് വാങ്ങണു, ബിൽഡിങ് വാങ്ങണു, ഒക്കെ ആധാരമാക്കണു പറമ്പ് മുഴുവൻ. 20 വയസ്സുള്ളപ്പോൾ മോയിൻകുട്ടി വൈദ്യാർ ബദ്റുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന മനോഹര കാവ്യം എഴുതി പൂർത്തീകരിച്ചു. ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നുള്ളൂ, ആ പുസ്തകത്തിൻ്റെ 2 പേജിന് പകരം വെക്കാവുന്ന ഒരു പുസ്തകം പിന്നെ എവിടെയും പ്രസിദ്ധീകരിച്ചിട്ടില്ല, എവിടെയും. അതുകൊണ്ട് പല വഴികളിലേക്കുമുള്ള സഞ്ചാരമാണ്. അതൊരു കുഞ്ഞു പൈതൽ സഹോദരിമാരിയ്ക്കുന്നത് കൊണ്ട് പറയാണ്, ജീവനിൽ നിന്ന് ജീവൻ വേർപ്പെടുന്ന മഹത്തായ പ്രക്രിയയാണല്ലോ പ്രസവം. ജീവനിൽ നിന്ന് ജീവൻ വേർപ്പെടുന്ന മഹത്തായ പ്രക്രിയ. ആശുപത്രിയുടെ ലേബർ റൂമിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളൊക്കെ പോയിരുന്നിട്ടുണ്ട്. നമ്മുടെ പെങ്ങൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഉമ്മ, നമ്മുടെ സഹോദരി അതിൻ്റെ അകത്ത് പ്രസവത്തിന് പ്രവേശിപ്പിക്കപ്പെട്ടതാണ്. പ്രാർത്ഥനാ നിരതമായ മനസ്സോടുകൂടി നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ഒരൊറ്റ തേട്ടേ ഉള്ളൂ, സുഖപ്രസവം. കാരണം അത് വല്ലാത്തൊരു വൈകാരികതയാണ്. ജീവനിൽ നിന്ന് ജീവൻ വേർപ്പെടുകയാണ്. ഒരു ജീവനിൽ നിന്ന് വേറൊരു ജീവൻ ഉണ്ടായി വരികയാണ്. അത് മഹത്തരമാണ്. അവിടുന്ന് ഒരു സന്തോഷം, ഒരു കുഞ്ഞ് ജനിച്ചു. അപ്പോൾ കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയാനുള്ള
വ്യഗ്രത. പക്ഷേ അവിടെ ഒരു കുഞ്ഞല്ല, അതൊരു സ്വാഭാവികമാണ്. ഒരു കുഞ്ഞിൻ്റെ ജനനം, ഒരു മനുഷ്യൻ്റെ മരണം, അതൊക്കെ നാട്ടിൽ സ്വാഭാവികമാണ്. അവിടെ അതിലും വലിയൊരു മഹാസംഭവം നടന്നിരിക്കുന്നു. ഒരമ്മ ജനിച്ചിരിക്കുന്നു. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരമ്മ ജനിച്ചിരിക്കുന്നു. ഒരു സർവകലാശാല, ഒരു സ്കൂൾ, ഒരു കോളേജ്, ഒരു നിർമ്മാണാത്മക മനസ്സുള്ള ഒരാൾ ഉണ്ടായിരിക്കുന്നു. ഇനി ആ ഉദരത്തിൽ പിറന്ന കുഞ്ഞ് എന്തൊക്കെ അത്ഭുതങ്ങളാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അമ്മയാണ് അവിടെ ജനിച്ചത്. അവിടെ നിന്ന് തുടങ്ങുന്ന മാനവികത, മതേതരത്വം, മതമൈത്രി, മലപ്പുറം, അങ്ങനെ കൊണ്ട് പറഞ്ഞ് അത് മലപ്പുറത്തേക്ക് എത്തുന്ന, പല വഴികളിലൂടെ മലപ്പുറത്തേക്ക് എത്തുന്ന ഒന്ന്. മറ്റൊന്ന്, എല്ലാറ്റിനുമെതിരായിട്ടുള്ള പോരാട്ടം. പരിഹസിച്ചവർക്കും സ്വാഗതം, ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചവർക്കും സ്വാഗതം, അരുതായ്മകൾ പറഞ്ഞവർക്കും സ്വാഗതം. നമുക്കൊന്ന് വട്ടത്തിലിരുന്ന് തക്കേരം കൂടാം, നിങ്ങൾ മായിലേക്ക് വന്നാൽ മതി. എല്ലാവർക്കും സ്നേഹത്തിൻ്റെ സ്വാഗതം. ചെറിയ ടീച്ചറെ സ്കൂൾ നേരത്തെ വിട്ടത്. ടീച്ചർ പറഞ്ഞു, പാണക്കാട് പൂക്കോയത്തങ്ങൾ മരിച്ചിരിക്കുന്നു, സ്കൂൾ ഇന്ന് പ്രവർത്തിക്കേണ്ടതില്ല. തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൻ്റെ ഉമ്മറത്ത് അമ്മ രാമായണം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ പോയ മകൻ തിരിച്ച് പെട്ടെന്ന് വരുന്നത് കണ്ടപ്പോൾ അമ്മ ചോദിച്ചു, നീ സ്കൂളിൽ പോയില്ലടാ? അമ്മയെ സ്കൂളില്ല, സ്കൂളിൽ നിന്ന് നേരത്തെ വിട്ടിരിക്കുന്നു. എന്തിന്? പാണക്കാട് തങ്ങൾ മരിച്ചിട്ടുണ്ടമ്മേ, അപ്പൊ ഇനി സ്കൂളൊന്നില്ല. അപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന രാമായണം മടക്കി തൻ്റെ നെഞ്ചിനോട് ചേർത്ത് പറ്റിച്ച് പിടിച്ച് ആകാശത്തേക്ക് നോക്കി കണ്ണ് നിറച്ചിട്ട് ഈ സ്ത്രീ ചോദിക്കുകയാണ്, അത്രേ, നമുക്കിനി ആരാ ഉള്ളത്? നമുക്കിനി ആരാണുള്ളത്? ഒരു മനുഷ്യൻ സ്നേഹം കൊടുത്തതിൻ്റെ അടയാളമാണത്. മലപ്പുറത്തിൻ്റെ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന വല്യങ്ങാടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ കുറച്ച് സുഹതാക്കളെ മറവ് ചെയ്തിട്ടുണ്ട്. എണ്ണം കൊണ്ട് 100-ലേറെ അങ്ങാണ്ട് വരും. അത് ഒരു 100-ൻ്റെ അടുത്ത് വരും. അത് എനിക്കതിൻ്റെ കണക്കറിയില്ല. അവിടെ ഇപ്പോഴും നേർച്ച നടക്കാറുണ്ട്. അതിലൊരാൾ മുസ്ലിമല്ല. മറവ് ചെയ്തിരിക്കുന്നത് പള്ളി ഖബർസ്ഥാനിലാണ്. ഇത് മലപ്പുറമാണ്. സ്നേഹം കൊടുത്തു, സാഹോദര്യം കൊടുത്തു, മതമൈത്രി കൊടുത്തു, ഒരുമയെന്തെന്ന് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവൻ വിളിച്ചു കൂവാണ്, പറ്റാത്തോർ, വിഘടനവാദികൾ, വർഗീയവാദികൾ. ആരാ പറയാത്തത്? വാജ്പേയി, LK അദ്വാനി, എല്ലാവരും മലപ്പുറത്തെ പറഞ്ഞുകൊണ്ടേയിരുന്നു. നമ്മളൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഞാനിവിടെ കൂടി എൻ്റെ ഉമ്മ പെങ്ങന്മാരോട്, സഹോദരിമാരോട്, ജ്യേഷ്ഠന്മാരോടും അനുജന്മാരോടും പറയുന്നു, പറഞ്ഞു തുടങ്ങുന്ന ദിവസത്തിൻ്റെ പേരാണ് 2025 ജനുവരി 31 എന്ന് പറയുന്നത്. ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ മലപ്പുറത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തേതാണ്. ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിലും ആദ്യത്തേതാണ്. 3 ദിവസം, 3 രാത്രിയും 3 പകലും, 3 വേദി, 200-ലേറെ ഗസ്റ്റുകൾ. ഇന്ത്യക്കകത്തും പുറത്തുമുള്ളവരായിരിക്കും ആ ഗസ്റ്റുകൾ. അവർ മലപ്പുറത്ത് വരും, മലപ്പുറത്തെക്കുറിച്ച് പറയും. അത് മുഴുവൻ 2 ലോകത്തും റെക്കോർഡ് ചെയ്യപ്പെടും. പരലോകത്തല്ല, ഓൺലൈനിൽ റെക്കോർഡ് ചെയ്യപ്പെടും. 2 ലോകത്തും, ഓൺലൈനിലും ഈ ലോകത്തും റെക്കോർഡാക്കും. ഞാൻ ദമാം KMCC മലപ്പുറം ജില്ലാ കമ്മിറ്റിയോട് പറയുന്നു, ഈ ലോകത്ത് നിങ്ങളുടെ സംഘടനാ കാലയളവിൽ ഇതിലും മികച്ചൊരു ദൗത്യം നിങ്ങൾക്ക് വേറെ നിർവഹിക്കാനില്ല എന്ന് ഞാൻ പറയുന്നു. എപ്പോഴെങ്കിലും 2025 ഫെബ്രുവരി 2 ഈ പ്രോഗ്രാം തീരും. ഫെബ്രുവരി 3 ദമാം KMCCയുടെ പ്രസിഡന്റ് ഹുസൈൻ സാഹിബിനും സെക്രട്ടറി ജൗഹറിനും എന്നെയോ മുസ്തഫ അബ്ദുൽ ലത്തീഫിനെയോ വിളിക്കാം.
വിളിച്ചിട്ട് വല്ല നിരാശയും ഈ പണം മുടക്കിയത് നിങ്ങൾക്കുണ്ടെങ്കിൽ പറയാം. നിങ്ങൾ സന്തോഷം പറയാൻ അന്ന് ഞങ്ങളെ വിളിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വലിയ സദസ്സിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഉറപ്പ് പറയും. ടൈറ്റിൽ സ്പോൺസർഷിപ്പ് എന്ന് നിങ്ങൾ പറഞ്ഞ് ചെറുതാക്കണ്ട. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും ദമാം കേരള മലപ്പുറം ജില്ലാ KMCCയും സംയുക്തമായി നടത്തുന്ന ഒരു പരിപാടിയായി നിങ്ങളതിനെ കണ്ടാൽ മതി. എത്ര പണം, എത്ര രൂപ, എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു. എത്ര വേദികൾ നിങ്ങൾ കെട്ടിയുണ്ടാക്കി. നാട്ടിൽ പോയാൽ നാട്ടിലെ ലീഗ് സമാധാനമായിട്ട് ഉറങ്ങിക്കാരം. നിങ്ങൾക്കത് കണ്ടെടുക്കാൻ കഴിയൂല. അപ്പോൾ ഏറ്റവും വലിയ ആളെ വിളിച്ചിട്ട് പറയും പൈസ തരാം, ഒരു സമ്മേളനം വെക്കാം, ഒരു ക്യാമ്പ് വെക്കാം. നിങ്ങളങ്ങനെയാണ് ചെയ്തതൊക്കെ നന്ദി പറയുന്നതോടുകൂടി കാലത്തിൻ്റെ ഭാഗമായി. ഞാൻ നിങ്ങളോട് പറയുന്നു, മാക്ക് ഞങ്ങളൊരു സ്പെഷ്യൽ ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അടുത്ത കൊല്ലം നടത്താനാണ്. ഇനി മലപ്പുറത്തിനെ കുറിച്ച് പറയണവനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. എല്ലാ കൊല്ലവും ഞങ്ങളുടെ പാരമ്പര്യം, സൗഹൃദവും സ്നേഹവും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം എന്ന് ഏത് കൊച്ചുകുട്ടി ഞങ്ങളുടെ പെങ്ങളുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഇനിയും ജനിച്ച് വീണിട്ടില്ലാത്തവൻ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഇതും കൊണ്ട് വരട്ടെ, ഈ സാധനം കൊണ്ട് വരട്ടെ, മുഴുവൻ വരട്ടെ. മലപ്പുറത്തെക്കുറിച്ച് പറയാത്ത ഒരു സാഹിത്യകാരന്മാരും ഇനി കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസം മുഴുവൻ മലപ്പുറത്തെ ഫുട്ബോൾ, മലപ്പുറത്തെ പ്രവാസം, മലപ്പുറത്തെ പുഴകൾ. നമുക്ക് സ്വന്തമായിട്ടൊരു പുഴയുണ്ട്, അതിൻ്റെ പേരാണ് കടലുണ്ടി പുഴ. 2 പുഴ കൊഴുകാൻ നമ്മൾ മാറിടം കാണിച്ചു കൊടുത്തു. പുറത്തുനിന്ന് വരുന്ന പുഴയ്ക്ക് ഒരു പുഴ നമ്മൾ തന്നെയാണ്, അത് കടലുണ്ടി പുഴ. 3 പുഴകളെക്കുറിച്ച്, പോരാട്ടത്തെക്കുറിച്ച് അറിയോ നിങ്ങൾക്ക്? 1-ാം ലോക മഹായുദ്ധം ജയിച്ച ബ്രിട്ടീഷുകാരനെ തോൽപ്പിച്ചവൻ്റെ പേരക്കുട്ടികളാണ് നമ്മൾ. 1-ാം ലോക മഹായുദ്ധം ജയിച്ച് ഇവിടെ വന്ന ബ്രിട്ടീഷുകാരനെ തോൽപ്പിച്ചവൻ്റെ പേരക്കുട്ടികൾ. അവന് യുദ്ധമുറകൾ അറിയാമായിരുന്നു, അവന് സൈനിക ശക്തി ഉണ്ടായിരുന്നു, അവൻ്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു, യുദ്ധ ഉപകരണങ്ങളുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. നെഞ്ചും കൂട്ടിൻ്റെ ഉള്ളിൽ കത്തുന്ന ഈമാൻ്റെ ഇഖ്ലാസ് കൊണ്ട്, രാജ്യസ്നേഹത്തിൻ്റെ ഉറപ്പ് കൊണ്ട് നാം 1-ാം ലോക മഹായുദ്ധം ജയിച്ച ബ്രിട്ടീഷുകാരനെ തോൽപ്പിച്ചു. ഈ കഥ പറയണം. ഇതിപ്പോൾ എന്താ സംഭവം എന്നറിയോ? ചുരുക്കി നമ്മളതിനെ കൊടുന്നിട്ട് ഞാനടക്കം മലപ്പുറത്തെക്കുറിച്ച് പറയണ്. ഒരു അധ്യാപകൻ ഇവിടെ വന്നു. അയാൾ വരുമ്പോൾ അയാൾക്ക് വലിയ പേടിയേനു. എന്നിട്ട് അയാൾക്ക് നമ്മൾ സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഒരു യാത്രയപ്പോൾ കൊടുക്കുമ്പോൾ അയാൾ പറയാണ്, വന്നപ്പോൾ എനിക്ക് പേടിയാണ്, ഇപ്പോൾ പോകാൻ തോന്നുന്നില്ല. നമ്മളിങ്ങനെ കൈചൊട്ടി ചൊരിച്ച. അല്ലെങ്കിൽ നമ്മൾ പറയാം, അങ്ങാടിപ്പുറം തലിശിവക്ഷേത്രത്തിൻ്റെ ഗോപുരവാതിൽ കത്തി നശിച്ചപ്പോൾ ഷിഹാബ് തങ്ങൾ അവിടെ പോയിട്ട് ആ ഗോപുരവാതിൽ പുതുക്കി പണിത് കൊടുത്തില്ലേ? കഴിഞ്ഞു, മലപ്പുറം കഴിഞ്ഞു. അതല്ല മലപ്പുറം, അത് മാത്രമൊന്നുമല്ല മലപ്പുറം. ഇവിടെ ഇവർ എണ്ണി പറഞ്ഞല്ലോ, അയിമിന് മാത്രം തളച്ചിട്ട് നമ്മളതിനെ അങ്ങനെ ഒരു ആശ്വാസം കൊള്ളണം. അതിന് വിശാലമായൊരു ലോകമാണെന്ന്, വിശാലമായൊരു ലോകം, ഒരു രാഷ്ട്രത്തിൻ്റെ വലിപ്പുണ്ടത്. ഖത്തറിൽ 28 ലക്ഷം ജനങ്ങളല്ലേ ഉള്ളൂ, ഒമാനിൽ 26 ലക്ഷം ജനങ്ങളല്ലേ ഉള്ളൂ, കുവൈത്തിൽ 34 ലക്ഷം ജനങ്ങളല്ലേ ഉള്ളൂ, ബഹ്റൈൻ നിങ്ങളുടെ തൊട്ടടുത്ത രാജ്യമല്ലേ, 30 തികയില്ല. 5 ലക്ഷം 10 ലക്ഷം 20 ലക്ഷം 28 ലക്ഷമൊക്കെ ഉള്ള രാജ്യങ്ങളുണ്ട്. ഇവിടെ 45 ലക്ഷം ഉണ്ട്. ഓൽക്ക് വ്യോമസേനയുണ്ട്, നാവികസേനയുണ്ട്, കരസേനയുണ്ട്, പോലീസുണ്ട്, പട്ടാളുണ്ട്, രാജാവുണ്ട്, കിരീടാവകാശിയുണ്ട്, ഒക്കെ ഉണ്ട്. ഇവിടെ എന്താ ഉള്ളത്? നൂറ് ശതമാനം മുസ്ലിം ലീഗ് മാത്രമുള്ള 100 കണക്കിന് പാർട്ടി ഗ്രാമങ്ങളെ ഞാൻ കാണിച്ചു തരാം. മലപ്പുറത്തേക്ക് വരൂ. DYFക്കാരൻ്റെ കൂടി ആരെങ്കിലും നിലത്തിട്ട് ചവിട്ടുന്നതെങ്കിൽ അത് അരൂക്കെടുത്തൊക്കെ ലീഗേർ തന്നെയാണ്. അതാണ് സ്നേഹവും സൗഹാർദ്ദവും എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു സ്ഥലം വേറെ എവിടെയാണെങ്കിലും രാഷ്ട്രീയ സംഘടന ഉണ്ടായോ? ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒപ്പുവെച്ച ഹൈ ഇവിടെ പാടിയല്ലോ, ഖായിദെ മില്ലത്തിനെ പാർലമെന്റിലേക്ക് അയച്ച ജില്ല എന്ന്. പോക്കർ സാഹിബിനെയും ഖായിദെ മില്ലത്തിനെയും പാർലമെന്റിലേക്ക് അയച്ചു. എന്തെല്ലാം നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തി, എന്തെല്ലാം കാര്യങ്ങൾ നടത്തി.
ഭാഷാപിതാവിൻ്റെ നാട്, ഭക്തകവി പൂന്താനത്തിൻ്റെ നാട്. ലോകത്താദ്യമായിട്ട് ബാലറ്റിലൂടെ കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ വന്നപ്പോൾ ഈ കേരളത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രിയെ കൊടുത്തത് ഈ മലപ്പുറമാണ്. ഇങ്ങനെ എണ്ണി 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 പറഞ്ഞാൽ എത്ര പുസ്തകങ്ങളാണ് ഇവിടുത്തെ മാലിക് മക്ബൂൽ സാഹിബൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവർക്ക് ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുന്നതാണ്. എത്ര പുസ്തകങ്ങളാണ് എഴുതിയത് മലപ്പുറത്ത് വെച്ച്. വെളിയങ്കോട് ഉമർ ഖാദിയുടെ നാട്, മമ്പുറം തങ്ങളുടെ നാട്, പാണക്കാട് PMS പൂക്കോയ തങ്ങളുടെ നാട്, ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങളുടെ നാട്, MTയുടെ നാട്, C രാധാകൃഷ്ണൻ്റെ നാട്. പുതിയ തലമുറയിലെ എഴുത്തുകാരെടുത്ത് നോക്കുക, അവരുടെ നാട്. നമ്മൾ വിചാരിച്ച മാതിരി ഒന്നുമല്ല. മലപ്പുറത്തെ ഭാഷ ഉപയോഗിക്കാൻ നമുക്ക് മടിയായിരുന്നു. എന്നിട്ട് നമ്മൾ തന്നെ മാണ്ടാന്നൊക്കെയാണ് നമ്മളെ തൊള്ളിയിൽ കൂടി വരിക. നമ്മളിത് കഷ്ടപ്പെട്ടു വേണ്ട എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് നോക്കും. അതാ ടാപ്സി ഇങ്ങനെ നടന്നിട്ട് കേരളം ഇമ്മപ്പം മോൻ പറഞ്ഞു കൊടുത്തേക്കായി. രണ്ട് ഗാനമേള നടത്തി റൗണ്ട് ചെയ്ത് വന്നപ്പോഴേക്കും ഇപ്പം ഇത് ഫാഷനായി. ഏത് ഫാഷനായി? മലപ്പുറം ഭാഷ ഫാഷനായി. അറിഞ്ഞോ? മനസ്സിലായല്ലോ? ഫാഷനാക്കാം, സെലിബ്രേറ്റ് ചെയ്യാൻ. എന്നിട്ടാണ് ഈ ഇരിക്കുന്നത്. ഇപ്പം തിരുവനന്തപുരത്തേരിനും എറണാകുളത്തേരിനും പറയണ് പഠിച്ചാൻ പോകുന്നുണ്ടല്ലോ, അല്ലൊന്നുമില്ല കയറ് ഓൻ പാടുകയാണ്. അപ്പോൾ വിചാരിച്ചാൽ മതി സംഗതി സെലിബ്രേറ്റ്. ഞാൻ അതിൽ ടാപ്സിനെ അഭിനന്ദിക്കുകയാണ്. ഒരു സാധനത്തെ അവൻ സെറ്റ് ചെയ്തെടുത്തിട്ട് ഇത് കൊടുത്തല്ലോ. അപ്പം അവനവനായിട്ട് നിൽക്കാൻ കഴിയണം, അവനവനായിട്ട് പോരാൻ കാട്ടാൻ കഴിയണം. സത്യത്തിൽ ഞങ്ങൾ ഇവിടെ മുസ്തഫ അബ്ദുൽ ലത്തീഫ് യൂത്ത് ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി പറഞ്ഞു, നിങ്ങൾ വിചാരിച്ച മാതിരിയൊന്നുമല്ല. ഒരു ഹൈ റെസൊല്യൂഷൻ ക്യാമറ ഉള്ള ഫോണും 25 ആളും ഉണ്ടായാൽ ആർക്കും നേതാവാകാൻ പറ്റുന്ന ഒരു കാലം അത്. മനസ്സിലായില്ലേ? നമ്മളെ കൂട്ടത്തിലൊന്നുമില്ല, കോൺഗ്രസ്സിലും ലീഗിലും ഒന്നുമില്ല, വേറെ എവിടെയൊക്കെ ഉണ്ടെന്ന് കേട്ടു. പോലീസുകാരനോട് പോയിട്ട് പറയാം, ഞാൻ തൽക്കാലം നിങ്ങളൊന്ന് തള്ളും, മൊത്തം വിചാരിച്ചെൻ്റെ ഫോട്ടോ എടുക്കാനാണ്. ആ ഫോട്ടോ കിട്ടിയാൽ മതി. ഫോട്ടോ സ്റ്റേജിൽ തിരക്കുക, സ്റ്റേജിൽ നിന്ന് തിരക്കുക. പണ്ടൊക്കെ നമ്മൾ ഞങ്ങളവിടെയൊക്കെ ഈ കോട്ടക്കലും വേങ്ങരയും മലപ്പുറത്തുമൊക്കെ ഈ ഫോട്ടോഗ്രാഫി പഠിക്കാൻ പോയിന സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, എല്ലാവരും ഫോട്ടോഗ്രാഫർമാരായ ഒരു കാലമാണല്ലോ. പക്ഷെ ഫോട്ടോയിൽ എങ്ങനെ നിൽക്കേണ്ടിയെന്ന് പഠിപ്പിക്കാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയാൽ അതിന് നല്ല ആൾക്കാരെ കിട്ടുമെന്ന് എൻ്റെ അഭിപ്രായം. പിന്നെ ഇതെന്തിനാരോ നാളെ അത് പത്രത്തിൽ വരും. ചന്ദ്രികയ്ക്ക് ഒരു 2ാം പേജോ 3ാം പേജോ ഉണ്ട്, കളർ ലൈല് വരും. വന്നാൽ എന്താ പ്രശ്നം? എൻ്റെ ഫോട്ടോ വന്നാൽ എനിക്കൊരു സംതൃപ്തി, നിങ്ങൾക്കില്ല. എനിക്കൊരു വേറെ എൻ്റെ ഫോട്ടോയിൽ വന്നിക്കണമെന്നുള്ളൊരു സംതൃപ്തി എൻ്റെ അയലക്കത്തേൻ്റെ ഇല്ല. ഞമ്മക്കിങ്ങനെ ഒരു നമ്മൾ അയിമക്കന്നെ ഇങ്ങനെ തുറച്ച് നോക്കുക, അയിമക്ക് ഇങ്ങനെ ഇതാക്കി നോക്കുക, അതിനൊരു ഇതായി നോക്കുക, പിന്നെ അതിങ്ങനെ ഒന്ന് സൂം ചെയ്ത് നോക്കുക. അല്ലല്ല, അങ്ങനെ ഇവിടുത്തെ നമ്മളെ കൂടലൊന്നും അതില്ല. ഇങ്ങനെയുള്ള ഒരു കാലത്ത് എന്തിനാണ് ഒരു 3 ദിവസം റിസ്ക് എടുത്ത് ഒരു 80 ലക്ഷം 85 ലക്ഷം റുപ്യാണ് ഈ പരിപാടിക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? മറ്റൊന്നല്ല, ഈ സാഹചര്യം മാറ്റണം. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഒരുപാട് പരിപാടികൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ അവസാനത്തെ ഒരു ഇവൻ്റാണ്, പ്രോഗ്രാമാണ്. എന്താ ചെയ്തു എന്ന് ചോദിച്ചാൽ പറയാനുള്ളൊരു ഉത്തരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇത് ഫുൾ ഗൂഗിൾ ചെയ്യണം. ഇതിന് വേറൊന്നുകൂടി പറയാം. ഒപ്പം അതിന് പറയാൻ വിട്ടൊരു കാര്യമുണ്ട്. ഞാനും സെക്രട്ടറി ഇത് വിട്ടുപോകുന്നതുകൊണ്ട് ഞാൻ ആ പെട്ടെന്ന് അതിലേക്ക് വരികയാണ്. വെറും ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ മാത്രമല്ല കേട്ടോ, 10 പുസ്തകങ്ങൾ, 10 വോള്യങ്ങളുള്ള 10 പുസ്തകങ്ങൾ യൂത്ത് ലീഗിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറം ജില്ലയുടെ സമ്പൂർണ്ണ ചരിത്രം, മലപ്പുറത്തെ വിദ്യാഭ്യാസം, മലപ്പുറത്തെ പ്രവാസം, മലപ്പുറത്തെ കലാകായികം, മലപ്പുറത്തെ സാഹിത്യം, മലപ്പുറത്തെ സാംസ്കാരികം, സമസ്ത മേഖലകളും പ്രതിപാദിക്കുന്ന 10 വോള്യങ്ങളുള്ള, ചുരുങ്ങിയത് ഒരു പുസ്തകം 500 പേജെങ്കിലും ഉണ്ടായിരിക്കുന്ന 10 വോള്യങ്ങളുള്ള പുസ്തകം, അതിൻ്റെ പണി മലപ്പുറം ജില്ലാ യൂത്ത് ലീഗിൻ്റെ ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചരിത്ര വിദ്യാർത്ഥിയും ചരിത്ര അന്വേഷകനുമായ ഡോ മോയിൻ ഹുദവി മലയമ്മയാണ് അതിൻ്റെ കോർഡിനേറ്റർ. അങ്ങനെ ഒരു പുസ്തകം വരാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം ഞങ്ങൾ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഞങ്ങൾക്ക്
വളരെ ഞങ്ങളെ കൂട്ടത്തിലൊരു ആലോചന ഉണ്ടായി. എന്താണ് ആലോചന? ആലോചന എത്രയായിരുന്നു? ഈ 10 വോളിയുള്ള പുസ്തകം ലക്ഷക്കണക്കിന് ഉറുപ്പ് ഇതിനു വേണ്ടി ചെലവഴിക്കണം. പക്ഷേ പൊതുസമൂഹം ചിലപ്പോൾ പറയും അത് ലീഗേരിറക്കിയ പുസ്തകമല്ലേ. അപ്പം ഇതൊരു അക്കാദമിക് സാധനമാവണം. ഇനി വരുന്ന കുട്ടികളൊക്കെ ഇത് റിസർച്ച് ചെയ്യണം, ഇത് പഠിക്കണം. മലപ്പുറത്തെക്കുറിച്ച് പഠിക്കാൻ സർവകലാശാലകൾ ഈ പുസ്തകം ചോദിച്ചു വാങ്ങണം. ഇത് തന്നെ ആയിരിക്കും മലപ്പുറത്തിൻ്റെ ആധികാരിക ചരിത്ര ഗ്രന്ഥം. എന്താണ് ഒരു വഴി എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ജനറൽ എഡിറ്ററെ പ്രഖ്യാപിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഹിസ്റ്ററി വിഭാഗം മേധാവി ഡോക്ടർ KS മാധവനാണ് യൂത്ത് ലീഗ് ഇറക്കുന്ന ആ പുസ്തകത്തിൻ്റെ ജനറൽ എഡിറ്റർ. ഇന്ന് ജീവിച്ചിരിക്കുന്ന, ഇവിടെ എല്ലാവർക്കും അറിയാം, ഇന്ന് ജീവിച്ചിരിക്കുന്ന ചരിത്രകാരന്മാരിൽ നമുക്ക് പിൻപറ്റാൻ പറ്റുന്ന സത്യം മാത്രം വിളിച്ചു പറഞ്ഞ പുതിയ തലമുറയുടെ മുമ്പിലുള്ള ഒരു ചരിത്രകാരനെ തന്നെ അതിൻ്റെ എഡിറ്ററാക്കി വെച്ചു. ഇനി അതിനെ കുറ്റം പറയാൻ പറ്റൂല. ഇത് ഇനി ലീഗർ ഇറക്കിയതാണ് ഓൽതാണെന്നൊന്നും പറയാൻ പറ്റൂല. അതിൻ്റെ ഒരു ആധികാരിക ഗ്രന്ഥം അവിടെ പ്രഖ്യാപിച്ച് മൂപ്പർ അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഉടനെ തന്നെ നിങ്ങളുടെ കൈകളിൽ അതെത്തും. ആ 10 വോളിയുള്ള പുസ്തകം എല്ലാവരും വാങ്ങിയിരുന്ന് വീട്ടിൽ കൊണ്ടുപോയി വെച്ചോളി. അത് തന്നെ നിങ്ങളുടെ അലമാരക്ക് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഒരു സൗന്ദര്യീകാരം. മറ്റൊന്ന് ഈ കൊല്ലം മാത്രം നടത്തിയിട്ട് തടിയപ്പുള്ള പരിപാടിയൊന്നുമല്ല. ഇത് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്, ആ പേര് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. അതിന് തുടർച്ചകളുണ്ടാവും. എല്ലാ കൊല്ലം ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ മലപ്പുറത്ത് നടക്കട്ടെ. ഇവിടെ എറണാകുളത്തും കോട്ടയത്തുകാരൻ്റെയും കോഴിക്കോട്ടുമുള്ള കുത്തകമൊന്നല്ല ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. അത് നമുക്കും പറ്റും, നമ്മളാണത് ആദ്യം നടത്തേണ്ടത്. അപ്പോൾ അത് നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ അതിനൊരു ചെയർമാൻ, പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ അതിൻ്റെ ചെയർമാൻ. ഇനി അതിനൊരു ഡയറക്ടർ വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ എഴുത്തുകാരൻ ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവിന് അതിൻ്റെ ഡയറക്ടറായിട്ടും നിയമിച്ചു. അദ്ദേഹമാണ് അതിൻ്റെ ഡയറക്ടർഷിപ്പിലുള്ളത്. ഇതാണ് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. ആ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ തുടക്കമാണിത്. ആ തുടക്കത്തിൻ്റെ ടൈറ്റിലാണ് നിങ്ങൾ സ്പോൺസർ ചെയ്ത് തന്നിരിക്കുന്നത്. ഈ 10 പുസ്തകങ്ങൾക്ക് പുറമെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 94 പഞ്ചായത്തുകളും 12 മുനിസിപ്പാലിറ്റികളും മലപ്പുറത്തുണ്ട്. 94 പഞ്ചായത്തും 12 മുനിസിപ്പാലിറ്റിയും കൂട്ടിയ 106 എണ്ണം. ഈ 106 സ്ഥലത്തും അതാത് പ്രദേശങ്ങളുടെ ചരിത്രം രചന നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്തിലെ യൂത്ത് ലീഗരെ വിളിച്ച് ചോദിക്കാം. ഈ 106 സ്ഥലത്തും പുസ്തകത്തിൻ്റെ ചരിത്ര രചന നടന്നുകൊണ്ടിരിക്കുന്നു. 106 സ്ഥലത്തും എഡിറ്റർമാരായി, സബ് എഡിറ്റർമാരായി. അങ്ങനെ എഡിറ്ററും സബ് എഡിറ്ററുമായ 400 പേർ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നു, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ 106 പുസ്തകം. ഇപ്പം ഞാൻ വേങ്ങര പഞ്ചായത്തുകാരനാണ്. ഒരു പുസ്തകം വേങ്ങര പഞ്ചായത്തിൻ്റെ ചരിത്രീകാരം. എൻ്റെ തൊട്ടടുത്ത പഞ്ചായത്ത് ഇവിടെ ഹുസൈൻ സാഹിബിൻ്റെ ഒക്കെ പഞ്ചായത്ത് അബ്ദുറഹിമാൻ നഗർ പഞ്ചായത്താണ്. അപ്പോൾ അത് അബ്ദുറഹിമാൻ നഗർ പഞ്ചായത്തിൻ്റെ ചരിത്രീകാരം. ഓരോ സ്ഥലത്തും ഓരോ ചരിത്ര പുസ്തകം. ഈ 106 പുസ്തകവും നമ്മൾ ഗൂഗിൾ ചെയ്താൽ, ഡിജിറ്റലൈസ് ചെയ്താൽ, ഈ 10 വലിയ കനപ്പെട്ട ഗ്രന്ഥം ഡിജിറ്റലൈസ് ചെയ്താൽ മലപ്പുറത്തിനെ കുറിച്ചുള്ള എല്ലാം മാറിയില്ലേ? ഇത്ര സമൃദ്ധമായ ചരിത്രം വേറെ എവിടെ കിട്ടും? ഇതാണ് ഈ പദ്ധതി. ഈ പദ്ധതിയിലേക്കാണ്, ഈ ബൃഹത്തായ പദ്ധതിയിലേക്കാണ് ഞങ്ങൾ ദമാം കേരള മലപ്പുറം ജില്ലാ KMCCയെ സമീപിച്ചത്. സമീപിച്ചപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞത് നിർബന്ധമില്ല, ആലോചിക്കുക, നിങ്ങൾ ചർച്ച ചെയ്യുക. എനിക്ക് ഉറപ്പാണ് അത് KMCCയിൽ വന്ന് അവതരിപ്പിക്കുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാവും. നമ്മൾ ഇത്ര ഫണ്ട് എന്തിനാണ് കൊടുക്കണത് എന്ന്. പക്ഷെ ഒരാൾക്കും നിരാശപ്പെടേണ്ടി വരില്ല. ഞാൻ പറയുന്നത് ഒരു KMCC ഘടകം വൈത്രൂം ഉണ്ടാക്കിയിട്ടുണ്ട്, ഡയാലിസിസ് സെൻ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എത്രയോ മനുഷ്യർക്ക് സഹായമായി മാറിയിട്ടുണ്ട്. നിങ്ങൾ KMCCക്ക് മുഴുവൻ മാതൃകയാകുന്ന ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നു. സാംസ്കാരിക ലോകത്തും ഭൗതിക ലോകത്തും ഞങ്ങളുടെ ഒരു അടയാളപ്പെടുത്തൽ ഉണ്ടാകും. ഇങ്ങനെയും ഒരു KMCCയുടെ പ്രവർത്തനം കൊണ്ടുപോകാൻ കഴിയുമെന്ന് ദമാം കേരള മലപ്പുറം ജില്ലാ KMCC തെളിയിച്ചിരിക്കുന്നു. മറ്റൊന്ന്, നേരത്തെ മുസ്തഫ സാഹിബ് പറഞ്ഞു, ഭാഷാ സമര സ്മാരകം അബ്ദുൽ മജീദ്, അബ്ദുറഹ്മാൻ കുഞ്ഞിപ്പന്മാർക്കുള്ള ഏറ്റവും വലിയ സ്മാരകമാണ്. ആര് നാട്ടിൽ വന്നാലും നിങ്ങൾ മലപ്പുറത്തെ കോട്ടക്കുന്നിൻ്റെ താഴ്വാരത്തുള്ള യൂത്ത് ലീഗിൻ്റെ ഓഫീസിൽ വരണം. ആ ഓഫീസിലെ ഏറ്റവും അലങ്കാരമായ സാധനം ആ ഓഫീസിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന റിസർച്ച് സെൻ്ററും ലൈബ്രറിയുമാണ്. ഇവിടെ ആലങ്കാരികമായിട്ട് ഞാൻ പറയില്ല. ഇപ്പോൾ ഇന്ന് 19-ാം തീയതി, 19 കഴിഞ്ഞ് 20ക്ക് പോയി.
ഇന്ന് 20-ാം തീയതി അർദ്ധരാത്രി ഈ നിമിഷം വരെ അങ്ങനത്തെ ഒരു ലൈബ്രറി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു ഓഫീസിലും കേരളത്തിലില്ല. ഒരു ഓഫീസും കേരളത്തിലില്ല. ഇനി ഉണ്ടാവുമായിരിക്കാം, ഇനി ഉണ്ടാവില്ല, അതന്നെ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു ലൈബ്രറി ഇല്ല. സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിലും ഇല്ല, ജില്ലാ കമ്മിറ്റി ഓഫീസുകളിലും എവിടെയില്ല. ധാരാളം കുട്ടികൾ വരുന്നു. ഏറ്റവും വലിയ സന്തോഷം, വരുന്ന കുട്ടികളിൽ ബഹുഭൂരിപക്ഷവും പെൺകുട്ടികളാണ്. കുട്ടികൾ പഠിക്കുന്നു, റിസർച്ച് ചെയ്യുന്നു. 4-5 തീമുകളാക്കിയിട്ട് ആ തീമിലുള്ള പുസ്തകങ്ങൾ മുഴുവൻ അവിടെ വെച്ചിരിക്കുന്നു. ഞാൻ മാലിക് മഖബൂൽ സാഹിബിനോട് പറയുമായിരുന്നു, ഒരു 5 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഏറ്റവും വിലപിടിപ്പുള്ള അമൂല്യമായിട്ടുള്ള ഒരു ലൈബ്രറി ആയിട്ട് നമ്മുടെ ലൈബ്രറി മാറും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി കിട്ടാത്ത പുസ്തകങ്ങൾ അവിടെ ഉണ്ട്. ഇതും സ്പോൺസർ ചെയ്ത് തന്നത്, പൂർണ്ണമായിട്ടും സ്പോൺസർ ചെയ്തു തന്നത് ദമാം KMCCയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള അതിന് നന്ദി പറയാനാണ് വന്നത്. 31-ന് ഞങ്ങളുടെ ഒരു നിറഞ്ഞ സ്നേഹോപഹാരം ഒന്നുകിൽ 31-ൻ്റെ ഉദ്ഘാടന സദസ്സിൽ വെച്ച്, അല്ലെങ്കിൽ 2-ാം തീയതിയിലെ സമാപന ചടങ്ങിൽ വെച്ച് ദമാം KMCCക്കുണ്ടായിരിക്കും. അത് കാട്ടിക്കൂട്ടലോ ബാഹ്യപരതയോ അല്ല, ഹൃദയത്തിൽ നിന്ന് ഒപ്പിയെടുത്ത വിചാരങ്ങളുടെ ഒരു സ്നേഹോപഹാരം. അത് ഇവിടുത്തെ ഓഫീസ് കൊണ്ടുവന്ന് വച്ചേക്കൂ. ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നുവെന്ന് പഠിക്കാൻ ആ മൊമെൻ്റോയിലേക്ക് നോക്കിയാൽ മതിയാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരും. അതുകൊണ്ട് ചോദിച്ചപ്പോൾ, പറഞ്ഞപ്പോൾ കൂടെ നിന്ന ഇവിടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഒപ്പം ഒരു ബുക്ക് ഫെയറും നമ്മൾ അതിൻ്റെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഏകദേശം ഇത്ര തന്നെ വലിപ്പമുള്ള വിശാലമായ ഒരു ബുക്ക് ഫെയർ. കേരളത്തിലുള്ള മുഴുവൻ പ്രസാധകരെയും നമ്മളവിടെ കൊണ്ടുവരും. മാതൃഭൂമി ഉണ്ടാവും, DC ഉണ്ടാവും, മനോരമ ഉണ്ടാവും, വചനം ഉണ്ടാവും, ഗ്രേസ് ഉണ്ടാവും, ഒലീവ് ഉണ്ടാവും, ഞാൻ പറയാതെ പോയ എല്ലാ പുസ്തകശാലകളും ഉണ്ടാവും. അവരെ ഒരു കൊടക്കയിൽ നിർത്തിയിട്ട് ഒരു പുസ്തകശാല, അതിൻ്റെ ഉള്ളിലൊരു വേദി. ആ വേദിയിൽ നമ്മൾ മലപ്പുറത്തെക്കുറിച്ചും മലപ്പുറത്ത് ഇറങ്ങിയ പുസ്തകങ്ങളെക്കുറിച്ചും മറ്റും ചർച്ച ചെയ്യപ്പെടണം. ബാക്കി 3 വേദി. പിന്നെ മലപ്പുറത്തിൻ്റെ വൈവിധ്യങ്ങളുടെ ആവിഷ്കാരമായ ഒരു എക്സിബിഷനും ആ ഗ്രൗണ്ടിൽ തന്നെ നമ്മൾ സംവിധാനിപ്പിക്കാനുള്ള ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബൃഹത്തായ പദ്ധതിയിലേക്ക് ഞങ്ങളൊരു സഹായം ആവശ്യപ്പെട്ടപ്പോൾ മനസ്സ് ചേർത്ത് അതിനെ ഏറ്റെടുത്ത പ്രിയപ്പെട്ട ഹുസൈൻ സാഹിബിൻ്റെയും അതുപോലെ തന്നെ ജൗഹർ സാഹിബിൻ്റെയും ബഷീർ സാഹിബിൻ്റെയും, പിന്നെ എല്ലാവരുടെയും പേര് പറയാൻ കഴിയില്ല, നിങ്ങൾക്ക് തന്നെ അറിയാലോ, എല്ലാവരും പേര് പറഞ്ഞതായിട്ട് ഞാൻ പറയുന്നു. എല്ലാവരുടെയും നേതൃത്വത്തിൽ നിങ്ങളുടെ സഹായത്തോടു കൂടി ഈ പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ 6, 7, 8, 10 ആൾ വിചാരിച്ചാൽ പോരാ. മുതിർന്ന നേതാക്കൾ അവർക്ക് എല്ലാ പിന്തുണയും കൊടുത്തു. ഇവിടെ ആലിക്കുട്ടി സാഹിബ് ഇരിക്കുന്നുണ്ട്, മഖബൂൽ സാഹിബ് ഇരിക്കുന്നുണ്ട്, എല്ലാ ലീഡേഴ്സും ഇരിക്കുന്നുണ്ട്. എല്ലാവരും സഹായം കൊടുത്ത് പിന്തുണ കൊടുത്താൽ അത് മതിയാവുള്ളൂ. അതുകൊണ്ട് അതുണ്ടാക്കണം. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ വലിയ ആപത്തുള്ള കൂട്ടരൊന്നുമല്ല. പ്രസിഡൻ്റായ ഞാനും സെക്രട്ടറിയായ മുസ്തഫ അബ്ദുൽ ലത്തീഫും 10 റുപ്യ തലയിൽ കുടുങ്ങിയാൽ 10 റുപ്യ കുടുങ്ങിയത് തന്നെ ഇക്കാരം. അതിൽ യാതൊരു സംഗതിയിലും ആപത്തില്ലാത്തവരുമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭയമൊക്കെ ഞങ്ങൾക്കുണ്ട്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകണം. നല്ലൊരു സെറ്റപ്പില്ലേ? യൂത്ത് മാർച്ച് ഞങ്ങൾ നടത്തി. യൂത്ത് മാർച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 2 ആൾ ആദ്യമായിട്ടാണ് ദമാമിൽ വരുന്നത്. യൂത്ത് മാർച്ച് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു യൂത്ത് മാർച്ചിൽ നടന്നിരുന്നത്. 100-400 കിലോ ഹൈയും ഉണ്ടായിരുന്നു ആ മാർച്ചിൽ മുഴുവൻ. ഇതിൽ പല ആൾക്കാരും നടന്നിട്ടുണ്ടാവും. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മാർച്ച് 3-ാമത്തെ ദിവസത്തേക്ക് എത്തിയപ്പോൾ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഫോൺ ഞങ്ങൾക്ക് വന്നു. ആ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ? റോഡാകെ ബ്ലോക്കാവുകയാണ്, ജാഥയിൽ ആയിരങ്ങൾ അണിനിരക്കുകയാണ്, കാണാനാണെങ്കിൽ 10,000 അവിടെയും ഇവിടെയും കാത്തു നിൽക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ ഇത് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു പോലീസ് ജീപ്പ് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. നിങ്ങൾ പരമാവധി വളണ്ടിയർമാരെ കൂട്ടി ഗതാഗത തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം ഞാൻ പറഞ്ഞത് വിജയിച്ചിരിക്കണു. ഒരു പോലീസ് വണ്ടി നിങ്ങൾക്ക് വിട്ടുതരാം. നിങ്ങളതൊന്ന് മര്യാദക്ക് കൊണ്ടുപോയിങ്ങാണ്ടൊന്ന് ഗതാഗത തടസ്സമില്ലാതാക്കാൻ. 2000-3000 ആൾക്കാരാണ്. ഞാൻ എപ്പോഴും സെക്രട്ടറിയും ഞാനും സംസാരിച്ചു.
സെലിബ്രിറ്റി പരിവേഷമുള്ള ആരെങ്കിലും ഇതിൻ്റെ മുന്നിൽ നടന്നിരുന്നോ? എല്ലാ യുവജന യാത്രയും നയിച്ചത് വലിയ ലീഡർഷിപ്പിലുള്ളവരായിരുന്നു. മുനവറിൽ തങ്ങളും ഡോക്ടർ MK മുനീറും നാലകത്ത് സൂപ്പിയും C മമ്മൂട്ടിയും PK ഫിറോസും ആയിരുന്നു. ആരായിരുന്നു യൂത്ത് മാർച്ചിൻ്റെ മുമ്പിലുള്ള സെലിബ്രിറ്റി? ബാക്കിൽ നിൽക്കുന്ന പ്രവർത്തകനും മുന്നിൽ കൊടി പിടിച്ച് നിൽക്കുന്ന നയിക്കുന്നവനും തമ്മിൽ ഒരേപോലെ പാർട്ടി. ഒരാളിൽ നിന്ന് ഒരു വ്യത്യസ്തതയും ഞാൻ കണ്ടില്ല. പക്ഷെ എന്തിനാണ് ഈ ആയിരക്കണക്കിന് കുട്ടികൾ വന്നത്? ഏറെ നാട്ടിൽ നിന്നും ജാഥ തുടങ്ങിയപ്പോൾ 5000 ആൾക്കാരാണ്. മഞ്ചേരിയിൽ നിന്ന് ജാഥ തുടങ്ങിയപ്പോൾ 4000 5000 ആളുകളാണ്. ആയിരക്കണക്കിന് മനുഷ്യന്മാർ തൊട്ടപ്പുറത്തെ കടലുണ്ടിപ്പുഴ പോലെ ഒഴുകുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? മുന്നിൽ നിൽക്കുന്നത് ആരാ നമ്മൾ നോക്കുന്നില്ല. തോളത്ത് കിടന്ന് പാറുന്ന പച്ച പതാകയാണ് അവരുടെ ഇഷ്ടം. ആ ഇഷ്ടത്തിൻ്റെ പിന്നിലാണ് അവർ നിന്നത്. ആ ഇഷ്ടത്തിൻ്റെ പിന്നിലാണ് നിന്നത്. അങ്ങനെയൊക്കെ നമുക്ക് കരുത്തുണ്ട്, നമുക്ക് ശേഷിയുണ്ട്. അത് നിയമസഭയിലേക്ക് ജയിപ്പിക്കാൻ മാത്രം കാണിച്ചാലും പോരാ. ഇങ്ങനെ കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ട്. ഈ മലപ്പുറത്തെക്കുറിച്ച് ഈ പറഞ്ഞിരിക്കണ വർത്താനമൊക്കെ ഉണ്ടല്ലോ, നമ്മളെ മുമ്പുള്ളൊരു തലമുറൻ്റെ മുന്നിലാണ് വെച്ചെങ്കിൽ വിവരം അറിഞ്ഞു. നമ്മൾ ഈ ബിരിയാണിയും പടായും പറഞ്ഞ് കഴിയുകയാണ്. ഒന്നുമല്ല, നമ്മളെ നാട്ടിൽ ഈ മുടിയാഴ്ചൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, അതിന് പോത്തിന് അറക്കൽ എന്ന് പറഞ്ഞാൽ ഒരു നിർബന്ധ സാധനമാണ്. അതിപ്പോൾ എങ്ങനെ അറക്കാതെ വെക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും കടയോ കള്ളിയോ വാങ്ങിയിട്ട് പോത്തിനെ വാങ്ങും. എന്നിട്ട് മുടിയാഴ്ചലിന് പോത്തിനെ അറക്കും. മുടിയാഴ്ചലിന് പോത്തിനെ അടവിന് കൊടുക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അത് അടച്ചു കൊടുത്താൽ മതി, പിന്നെ പോത്തിനെ കൊടുക്കും. ഞാൻ വെറുതെ പറയില്ല, അവിടെയൊക്കെ ഉണ്ട് അങ്ങനെ കൊടുക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു നിർബന്ധ സാധനം. അപ്പോൾ ഒരു സാധു ഒരു പോത്തിനെ വാങ്ങി. എന്നിട്ട് പേരക്കുട്ടിൻ്റെ മുടിയാഴ്ചനെ അളക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോവാണ്. അങ്ങാടി കൂടെ ഇങ്ങനെ നടത്തിയിട്ട് പെരിക്ക് കൊണ്ടുപോവാണ്. 2 ദിവസം കഴിഞ്ഞാൽ ഇറക്കാനുള്ളതാണേ. ഒരു ബന്ധു ഇത് ഫോട്ടോ എടുത്തു. ഇയാളിതിങ്ങനെ കൊണ്ടുപോകണത് ഫോട്ടോ എടുത്തു. അപ്പോൾ ഓൻ്റെ ഗ്രൂപ്പിൽ അതുകൊണ്ട് ഇട്ടു. അതിൽ കുടുംബ ഗ്രൂപ്പിൽ മൂത്താപ്പ പോത്തിനെ വാങ്ങിയ വിവരം കുടുംബക്കാരൊക്കെ അറിയിച്ചതാണ്. കുടുംബ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഈ സാധനം എങ്ങനെ വൈകിട്ട് പുറത്തുപോയി. അത് പിന്നെ ചെന്ന് നിന്നത് ഉത്തർപ്രദേശിലും ഗുജറാത്തിലും അലഹാബാദിലും അഹമ്മദാബാദിലും ഒക്കെയാണ്. ഓൻ ആ ഗ്രൂപ്പ് എടുത്തിട്ട് പറയണേ, പിന്നെ അവിടെ പ്രചരിപ്പിക്കുകയാണ്. മലപ്പുറം എന്നൊരു സ്ഥലമുണ്ട്, 90% മുസ്ലിങ്ങളാണ് അവിടെ. അവരുടെ പ്രധാന ഹോബി മൃഗങ്ങളെ കൊന്ന് തിന്നലാണ്. ഈ മൃഗങ്ങളെ കൊന്ന് തിന്നുന്നതിൻ്റെ മുമ്പ് ഇവർ ഈ മൃഗങ്ങളെ കൗത്തിൽ കയറ് കെട്ടിയിട്ട് ആ ഗ്രാമം മുഴുവൻ പ്രദർശിപ്പിക്കും. ഈ സാധു കൊണ്ടേതാണ് പോയി. ഈ സാധു പെരീക്കൊണ്ട് മുഴുവൻ പ്രദർശിപ്പിക്കും. എന്നിട്ട് കൂട്ടം കൂടി നിന്നിട്ട് ഖുർആൻ സൂക്തങ്ങൾ ഉരുവിട്ട് ഇവർ ഇതിനറക്കും. നമ്മൾ മുടിയാഴ്ചനെ അറക്കും, ഈ കൂട്ടം തൊളിക്ക് ഉപയോഗിക്കുമല്ലോ, അതേ കാരം അറക്കും. എന്നിട്ട് അതിൻ്റെ ഇറച്ചി ഒരു കവറിലാക്കിയിട്ട് എല്ലാ വീട്ടിലും വിതരണം ചെയ്ത് ഇവർ സന്തോഷം പ്രകടിപ്പിക്കും. നമ്മളെ മുടിയാഴ്ചയിലാണ് പോയി ആലോചിച്ച് നോക്കണം. അതവിടെ പ്രചരിപ്പിക്കുക. നമ്മൾ കൊമ്പങ്കാട് പോയതിനെ കണ്ട് നേരവും കളിയാണ്. അതിനെതിരായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ പേരാണ് ലവ് ലെഗസി ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ദമാം മലപ്പുറം ജില്ലാ KMCCയെ ഒരു വട്ടം കൂടി ഹൃദയം തൊട്ട് അഭിനന്ദിക്കുന്നു. എന്ത് ത്യാഗം സഹിച്ചാലും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് മലപ്പുറം ജില്ലയിലെ മുഴുവൻ മുസ്ലിം യൂത്ത് ലീഗുകാർക്ക് വേണ്ടിയും ഈ കണ്ട അപനിർമ്മിതികളൊക്കെ നടക്കുമ്പോഴും വേദനിക്കുന്ന 10,000 കണക്കിന് മനുഷ്യർക്ക് വേണ്ടിയും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.